വിവാഹത്തോടെ നല്ലൊരു ബന്ധുത്വം മാത്രമല്ല, അവരുടെ കോടികളുടെ സ്വത്തും നിന്റേതാകും. പക്ഷേ അതുമാത്രം പോരാ. അമ്മയുടെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കും. അതിന് ഞാൻ ഒപ്പം ഉണ്ടാവും. ആ ധൈര്യത്തിലാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഈ കൈലാസത്തിൽ മഹിക്ക് ദാസ്യവേല ചെയ്യാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തി വലുതാക്കിയത്. നീയും രേഷ്മയും വേണം ഈ കൈലാസം ഭരിക്കാൻ. നിങ്ങളുടെ അടിമയായി മഹി കഴിയുന്ന കാലം വരണം. അതിനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ അതത്ര എളുപ്പമാണെന്ന് തോന്നില്ല. എന്തുകൊണ്ടല്ല? നിന്റെ വിവാഹം കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായി ഒരു അടിത്തറ വേണമെന്ന് നമ്മൾ മഹിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ അമ്മ സ്നേഹത്തോടെ പറഞ്ഞാ അവനതനുസരിക്കും. പക്ഷേ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ മഹിയേട്ടന്റെ സമ്മതം മാത്രം പോരല്ലോ. മഹിയേട്ടന്റെ ഭാര്യ കൂടി സമ്മതിക്കണ്ടേ? ഗംഗയുടെ കാര്യമാണ് നീ പറയുന്നത്. ഈ വീടിന്റെ അടുക്കള ഭരിക്കാനുള്ള അവകാശം മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ എനിക്ക് ഈസിയായിട്ട് സാധിക്കും. അപ്പൊ ഈ വിവാഹത്തോടെ നമ്മൾ കൈലാസത്തിന്റെ അധികാരികളായിട്ട് മാറുമെന്നാണോ അമ്മ പറയുന്നത്? അതെ, വർഷങ്ങൾ നീണ്ട എന്റെ പ്രയത്നമാണ് ഫലം കാണാൻ പോകുന്നത്. ഈ കൈലാസത്തിന്റെ പടി വലതുകാൽ വെച്ച് കയറിയ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണത്. ആദി ദേവയാനി നേടിയെടുത്തിരിക്കും. പതിയെ കൈലാസം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. പിന്നെ മഹിക്ക് കൂടും കിടക്കിയെടുത്ത് ഈ പടി ഇറങ്ങേണ്ടി വരും. വരുത്തും ഞാൻ. അമ്മ പറയുന്നത് കേട്ടിട്ട് തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണ് തോന്നുന്നതെന്നറിയോ? സത്യം പറയാലോ അമ്മേ, അമ്മ മഹിയോട്ടനോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് പലപ്പോഴും എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ ആ കാണിച്ച സ്നേഹമാണ് മഹിക്ക് ഇന്നും എന്റെ മേലുള്ള വിശ്വാസം. ഇന്ന് ഞാൻ പറഞ്ഞാൽ അവൻ മരിക്കും. ആ വിധത്തിലാക്കിയെടുക്കാൻ പലതും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലും പലപ്പോഴും വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ എല്ലാത്തിനും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: കൈലാസത്തിന്റെ കോടികളുടെ സ്വത്ത്. മോനെ മഹി, ഞാൻ നിന്റെ കാര്യം പറയായിരുന്നു. എന്റെ കാര്യോ? എന്താമ്മേ? നിന്നെ പോലെ ഏട്ടനെ കിട്ടിയത് രാഹുലിന്റെ ഭാഗ്യമാണെന്ന് ഞാനവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഞാനല്ലേ ശരിക്കും ഭാഗ്യം ചെയ്തത്. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും അമ്മയും സഹോദരങ്ങളും എനിക്കൊപ്പം ഉണ്ട്. അപ്പൊ പിന്നെ ഞാനല്ലേ ഭാഗ്യവാൻ. ഭാഗ്യം ഇവിടെ പറഞ്ഞൊന്നും മഹി കേട്ടിട്ടില്ല. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞത് ശരി, ഏട്ടൻ എന്റെ ഭാഗ്യമാണ്. അങ്ങനൊന്നും പറയാതെ രാഹുൽ. ഇപ്പോ നിന്റെ വിവാഹം അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്കത് നടത്തണം. എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ നീ ഇല്ലേ മോനെ? പിന്നെന്താ വേണ്ടത്? പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് വിവാഹം ഉടനെ തന്നെ നടത്തണം. ധൃതി വേണ്ട മോനെ, അവർക്കും കുറച്ച് സാവകാശം വേണമല്ലോ. എങ്കിൽ പിന്നെ മോതിരമാറ്റം നടത്താം. വിവാഹം ഗംഭീരമായിട്ട് നമുക്ക് പിന്നീട് നടത്തുകയും ചെയ്യാം. അത് ശരിയാ. മോതിരമാറ്റം കഴിഞ്ഞാ പാതി കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയല്ലേ? രാഹുലിന് എതിർപ്പൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ, ഏട്ടനും അമ്മയും തീരുമാനിക്കുന്നത് എന്തായാലും എനിക്ക് സമ്മതമാണ്. ഈ വിവാഹക്കാര്യത്തിൽ എല്ലാ തീരുമാനവും ഞാൻ മഹിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നീ വേണം മോനെ എല്ലാം ഭംഗിയായി നടത്താൻ. അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കൂ? എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പോലെ ആഘോഷമായിട്ട് തന്നെ ഞാൻ ഈ വിവാഹം നടത്തും. എന്തായാലും ഉടനെ തന്നെ നമുക്ക് മോതിരമാറ്റം നടത്താം. അതിനുള്ള മുഹൂർത്തം നോക്കാം. എന്താ? ശരി മഹി, അങ്ങനെ തന്നെ ചെയ്യാം.
കട്ട് ചെയ്തല്ലോ. എന്തിനാ കോള് കട്ട് ചെയ്തത്? രാഹുലേട്ടൻ എന്താ എന്നെ വിളിക്കാത്ത? എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് രാഹുലേട്ടനെ കണ്ടുപിടിക്കണം. വീട് എവിടെയാന്ന് കണ്ടെത്തണം. ഇതെന്തിനാ ഇങ്ങോട്ട് വരുന്നു? എന്താടാ നിനക്കെന്താ ഒരു ടെൻഷൻ? അതിനെ അമ്മ, ഞാൻ നീ കാര്യം പറ, എന്താ പ്രശ്നം? ഒരു പെണ്ണ് എന്നെ കുറെ കാലമായിട്ട് പിറകെ നടന്ന് ശല്യം ചെയ്യാ. അവളെ ഒഴിവാക്കാനായിട്ട് ഞാൻ പല രീതിയിൽ നോക്കിയതാ. പക്ഷെ അവളിപ്പോ ദാ ഇങ്ങോട്ട് വരുന്നു. എവിടെ? ഇവളോ? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലമ്മേ. എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. പക്ഷെ അവൾ ഒഴിഞ്ഞു പോകുന്നില്ല. ഓ അങ്ങനെയാണോ? നീ പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നീ പുറത്തേക്കൊന്നും വരണ്ട. ശരിയമ്മ. വിവാഹം തീരുമാനിച്ച ഈ സമയത്ത് ഇവള് മഹിയേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകരും. അതിന് ഞാൻ ആരെയും അനുവദിക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എന്താ കുട്ടി, എന്താ വേണ്ടത്? അത് ഞാൻ എന്തെങ്കിലും വിൽപ്പനയ്ക്ക് വന്നതാണെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട. അല്ല, ഞാൻ രാഹുലേട്ടനെ കാണാൻ വന്നതാ. രാഹുലേട്ടനോ? എന്തിന്? നീ ആ ഹോസ്പിറ്റലിൽ നേഴ്സല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്തിനാ നീ രാഹുലിനെ കാണുന്നേ? അത് രാഹുലേട്ടനോട് നേരിട്ട് പറയാനുള്ള കാര്യം. ഞാനേ രാഹുലിന്റെ അമ്മയാ. എനിക്കറിയാൻ പറ്റാത്ത രഹസ്യമൊന്നും അവനില്ല. കുട്ടി കാര്യം പറ. അത് ഞാനും രാഹുലേട്ടനും തമ്മിൽ ഇഷ്ടത്തില. കുട്ടി എന്ത് തമാശയായി പറയുന്നേ? രാഹുലിന് നിന്നോട് ഇഷ്ടോ? അതൊക്കെ കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ. അവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. അല്ല അല്ല അമ്മേ, ഞാനും രാഹുലേട്ടനും വർഷങ്ങളായി ഇഷ്ടത്തില. എന്നെ വിവാഹം കഴിക്കാന്ന് രാഹുലേട്ടൻ വാക്ക് തന്നതാ. കുട്ടി, ആൺകുട്ടികൾ ഈ പ്രായത്തിൽ പലതും പറയും. അത് വിശ്വസിച്ച് വീട്ടിലേക്ക് വരികയല്ല വേണ്ടത്. അത് നിനക്ക ദോഷം. തൽക്കാലം കുട്ടി വന്ന വഴി വീട്ടിലേക്ക് പോ. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് രാഹുലേട്ടനെ കാണണം, സംസാരിക്കണം. അപ്പോ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഈ നിമിഷം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും ഞാൻ. അമ്മ പ്ലീസ്, ഞാൻ രാഹുലേട്ടനെ ഒന്ന് കണ്ടോട്ടെ. ആരാടി നിന്റെ അമ്മ? കൊണ്ടവരുടെ തോളിച്ചാരി നടക്കുന്ന നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നോ? നിനക്കെന്നെ അറിയില്ല. എന്താ നീ കരുതിയത്? ഈ കൈലാസത്തിലെ കെട്ടിലമ്മയാകാമെന്നോ? നടക്കില്ല മോളെ, ആ മോഹം നടക്കില്ല. കൊള്ളാവുന്ന കുടുംബത്തിലെ ആൺപിള്ളേരെ വലയിട്ട് വീഴ്ത്തി തലേ കയറാൻ നോക്കുന്നോ? ഇറങ്ങി പോടി ഇവിടുന്ന്. പോകാൻ പറഞ്ഞ
രാജി, എന്താ എന്തിനാ നീ കരയുന്നേ? രാജി, എന്താ പറ്റിയത്? പറ. ചേച്ചി, ഞാൻ രാവിലേട്ടനെ കാണാൻ വന്നതാ. പക്ഷെ അമ്മ അതിനെ സമ്മതിച്ചില്ല. ഞാൻ പിഴച്ചു നടക്കുന്ന സ്ത്രീയാന്ന് അമ്മ പറഞ്ഞ്. കരയാതെ. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആരും നിന്നെ അംഗീകരിക്കില്ല. എനിക്കെന്റെ രാവിലേട്ടനെ വേണം. രാവിലേട്ടനില്ലാതെ ഞാൻ ജീവിക്കില്ല. വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. രാവിലേട്ടനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത്. ഇല്ല ചേച്ചി, എന്റെ രാവിലേട്ടനെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ഉണ്ടാവില്ല. രാജി, നീ എന്നെ വിശ്വസിക്കേ. നിനക്ക് രാഹുലേട്ടനെ കിട്ടും. അതിന് എന്ത് മാർഗവും നമ്മൾ സ്വീകരിക്കും. കരഞ്ഞാലും തളർന്നാലും ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ പേടിക്കണ്ട, അവളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലമ്മേ, ഇവള് പറയുന്നതിൽ കാര്യമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ഇത് കേട്ടാൽ പ്രശ്നമല്ലേ? അവൾക്കാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ നന്നായിട്ട് നുണ പറയാനും അറിയാം. ഈ നിശ്ചയം തീരുമാനിച്ചത് ദേവയാനിയാ. അതെങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. അഷ്ടിക്ക് വകയില്ലാത്ത ഇവളെ പോലൊരു ദരിദ്രവാസി പെണ്ണ് കൈലാസത്തിൽ ദേവയാനിയുടെ മരുമകളാകാൻ ഒരുങ്ങി ചമഞ്ഞു വന്ന അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഒരുപാട് കളികൾ കളിച്ചു തന്നെയാ ഞാൻ ഈ നിലയിലെത്തിയത്. എല്ലാം പടിവാതിക്കലെത്തി ഈ സമയത്ത് അതിന് തടസ്സമായി വരുന്നതൊന്നും വെച്ച് പൊറപ്പിക്കില്ല ഞാൻ. അമ്മയുടെ ഈ വാക്ക് മാത്രം മതി എനിക്ക്. നീ ധൈര്യമായിരുന്നോ? നമ്മൾ തീരുമാനിച്ചതുപോലെ എന്റെ ഫ്രണ്ടിന്റെ മകൾ ഹേമ തന്നെ നിന്റെ ഭാര്യയാവും. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. എന്താ? സത്യത്തിൽ ആ പെണ്ണും നീയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലമ്മേ. 1-2 സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. വേണ്ട രാഹുൽ, കള്ളം പറയണ്ട. നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ അവൾ ഈ വീട് തിരക്കി പിടിച്ച് ഇവിടെ വരില്ല. നിനക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം അവള് കരയുന്നത് ഞാൻ കണ്ടതാ. അത് പിന്നെ അമ്മേ, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവളെ കെട്ടിക്കൂടെ താമസിപ്പിക്കാനൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് മതി. ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ചെറിയ ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അതിന്റെ സ്ഥാനം വീടിന്റെ ഗേറ്റിന് പുറത്താ. ആ ബോധം ഉണ്ടായാൽ മതി. അതത്രേ ഉള്ളൂ അമ്മേ. വെറുതെ ഒരു നേരം പോക്കെന്നല്ലാതെ എനിക്ക് അവളൊരു മാറ്ററേ അല്ല. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വില കൊടുത്തും ഈ വിവാഹം നടത്തും. അതുമാത്രമാകണം ഇനി നിന്റെയും ചിന്ത. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവും. ശരി, ഇനി നീ ടെൻഷനാവണ്ട. നിശ്ചയവും വിവാഹവും ഉടനെ നമ്മൾ നടത്തും. ഭഗവാനെ, ശ്രീ മഹേശ്വര, എല്ലാവരും
രാഹുലേട്ടന്റെ വിവാഹ നിശ്ചയത്തിന് പോവാൻ റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ എങ്ങനെ മഹിയേട്ടനോട് രാജിയുടെ കാര്യം പറയും? തെളിവുകളൊന്നും ഇല്ലാതെ പറഞ്ഞാലും ശരിയാവില്ല. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണല്ലോ ഞാൻ എത്തിയിരിക്കുന്നത്. ഈ നിശ്ചയം നടന്ന ആ രാജി ഇന്ത്യയിലും കടുങ്കായി ചെയ്യും. അവളൊരു പാവ. അവൾക്ക് ഒരാപത്തും വരുത്താതെ രക്ഷിക്കണേ ഭഗവാനെ. ഗംഗേ, ഗംഗേ, ഇതെന്താ വരാത്തെ? വേഗം വാ, എല്ലാരും പോകാൻ റെഡിയായി ഇറങ്ങി. വരാം മാളു. എന്നാ വാ വാ. ആരാടി നിന്റെ അമ്മ? കൊണ്ടവരുടെ തോളിച്ചാരി നടക്കുന്ന നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നോ? നിനക്കെന്നെ അറിയില്ല. എന്താ നീ കരുതിയത്? ഈ കൈലാസത്തിലെ കെട്ടിലമ്മയാകാമെന്നോ? നടക്കില്ല മോളെ, ആ മോഹം നടക്കില്ല. എങ്ങനെയുണ്ടമ്മേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ല, മഹി വന്നില്ലേ? മഹി റെഡിയായി നിൽക്കുന്ന കണ്ടായിരുന്നു. ചിലപ്പോ രാഹുലിന്റെ അടുത്തായിരിക്കും. മഹിയേട്ടൻ വന്നല്ലോ. എന്നാ ഇറങ്ങാം. മാളും ഗംഗ എവിടെ? ഇവരെന്താ വരാത്തത്? നമ്മൾ സമയത്ത് ചെന്നില്ലെങ്കിൽ അത് മോശമല്ലേ? ചിലപ്പോ മാളുവിനെ റെഡിയാക്കാവോ? മാളു ആദ്യം റെഡിയായി നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. നീ ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്താ അമ്മേ ചെയ്യണ്ടേ? രാഹുലേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് നിന്റെ പൊട്ടത്തരം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുതെന്ന്. അതൊന്നും കേൾക്കാതെ ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് ഇനി കരഞ്ഞാ മതിയല്ലോ. അമ്മേ, ഞാൻ മോളെ, നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ആ വൃത്തികെട്ടവനെ ഓർത്ത് നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നഷ്ടം എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് എന്റെ മോള് വാ, നമുക്ക് അവനെ പോയി കാണാം. ഇന്നത്തെ അവന്റെ നിശ്ചയം നടന്നാൽ പിന്നെ നിനക്ക് അവനെ ഒരിക്കലും കിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നാ രാഹുലേട്ടനെ കാണാൻ സാധിക്കൂ? അന്ന് വീട്ടിൽ ചെന്നപ്പോ രാഹുലേട്ടന്റെ അമ്മ എന്നെ ഇറക്കി വിട്ടതല്ലേ? അങ്ങനെ പേടിച്ചിരുന്ന നഷ്ടം നിനക്ക് മാത്രമാണ്. മോള് വാ, അമ്മയുണ്ട് നിന്റെ കൂടെ. രാഹുലേട്ടനെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ വെറുതെ അമ്മയെ സങ്കടപ്പെടുത്താതെ. നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനെന്തായാലും ഗംഗേച്ചി ഒന്ന് വിളിക്കട്ടെ. അവിടുത്തെ അവസ്ഥ എന്താന്ന് അറിയാലോ. ശരിയാ, മോള് വിളിക്കേ. നീ പറഞ്ഞ കേട്ടെടുത്തോളം നല്ല മര്യാദയും മനുഷ്യത്തോളം ആളാ ആ കുട്ടി. അതെ, ഗംഗേച്ചിക്ക് ഞാൻ സ്വന്തം അനിയത്തിയെ പോലെ. അതുകൊണ്ട് ചേച്ചി നമ്മളെ സഹായിക്കാതിരിക്കില്ല. എന്താ ഗംഗ ഇത്? നിനക്ക് സമയത്തിനും കാര്യത്തിനൊന്ന് റെഡിയായിട്ട് ഇറങ്ങിക്കൂടെ? ഒരു ചടങ്ങ് നടത്താനല്ലേ നമ്മള് പോകുന്നത്. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു സംസാരം വേണ്ട. നമുക്ക് ഇറങ്ങാമോ? എല്ലാം എടുത്തല്ലോ അല്ലേ? മോതിരമൊക്കെ എടുത്തോ? ആ, എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ. വാ മോളെ, വാ. മഹേട്ടാ, ഒരു മിനിറ്റ്. എന്റെ ഫോൺ ഞാൻ എടുത്തിട്ട് വരാം. ശരി, വാ. ഹലോ രാജി. ആ ചേച്ചി, എനിക്കെന്റെ രാഹുലേട്ടനെ വേണം. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ കരയാതെ രാജി, നമുക്ക് വഴിയുണ്ടാക്കാം. നിന്നെ ചതിച്ച് രാഹുലേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കില്ല. അതിന് നമ്മൾ സമ്മതിക്കില്ല. ഞാനും അമ്മയും അങ്ങോട്ട് വരിക ചേച്ചി.
ഇവിടെ ഇങ്ങനെ ഇരുന്ന ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അപകടം. ചേച്ചി പറഞ്ഞു, എന്തായാലും ഞാൻ അനുസരിക്കാം.